ഈ വരുന്ന ജൂൺ 27 തൊട്ടിട്ട് ഇസ്ലാമിക കലണ്ടറായ ഹിജ്റ സ്റ്റാർട്ട് ആവാണ്ടോ, അതായത് പുതുവത്സരം. വിശുദ്ധ റമദാൻ, ഈദ്, ഹജ്ജ് തുടങ്ങിയ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഈ ഒരു കലണ്ടർ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ കണക്കാക്കപ്പെടുന്നത്. ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര ചെയ്ത വർഷത്തെയാണ്. ഹിജ്റ കലണ്ടർ ചന്ദ്രന്റെ ചുറ്റലിനെ അടിസ്ഥാനമാക്കിയാണ്. ഇതനുസരിച്ച് 29 അല്ലെങ്കിൽ 30 ദിവസങ്ങൾ ഒരു മാസത്തിലുണ്ടാകും. കലണ്ടറിലെ മാസങ്ങൾ വരുന്നത് മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ അഖിർ, ജുമാദുൽ അവൽ, ജുമാദുൽ അഖിറ, രജബ്, ഷബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ. ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതൊന്നും എനിക്ക് പ്രോപ്പർ ആയിട്ട് അറിയാത്ത കാരണം. ഇതിൽ മുഹറം വിശുദ്ധ മാസമായിട്ടും, റബീഉൽ അവൽ നബി മുഹമ്മദ് ജനിച്ച മാസമായിട്ടും, രജബ് വിശുദ്ധ മാസമായിട്ട് തന്നെയും, അതുപോലെ ഷബാൻ റമദാന് മുമ്പുള്ള മാസമായിട്ടും, റമദാൻ ഉപവാസ മാസമായിട്ടൊക്കെ ഇവർ കണക്കാക്കുന്നുണ്ട്. അതുപോലെ ഷവ്വാൽ ഈദുൽ ഫിത്തർ തുടങ്ങുന്ന മാസമായിട്ടൊക്കെയാണ് ഈ ഒരു കലണ്ടർ പ്രകാരം ഇവർ കണക്കാക്കുന്നത്. റമദാനിലെ ഉപവാസം, ഈദുൽ ഫിത്തർ, ഈദുൽ ആദ, ഹജ്ജ് തീർത്ഥാടനം, മുഹറം മാസിലെ അശുറാ ദിനം, സക്കാത്ത്, വിവാഹ കരാറ്, ഇദാദ് കാലം തുടങ്ങിയൊക്കെ ഈ കലണ്ടർ പ്രകാരമാണ് ഇവർ കണക്കാക്കി എടുക്കുന്നത്. എനിക്ക് ഈ കലണ്ടറിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന പണ്ഡിതന്മാർ വേറെ ഉണ്ടാവും. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് തെറ്റുകളുണ്ടാവും. ആ തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് എന്റെ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാണിക്കാം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈൻ ഓഫ്.